സൂര്യപുത്രനായ കർണൻ യോദ്ധാക്കളുടെയെല്ലാം ഗുരുവായ പരശുരാമന്റെ കീഴിൽ ആയോധന വിദ്യ അഭ്യസിക്കുകയായിരുന്നു. ഒരു ദിവസം പഠനം കഴിഞ്ഞ് ക്ഷീണിതനായ ഗുരു വിശ്രമിക്കാനായി ശിഷ്യനായ കർണന്റെ മടിയിൽ തലവെച്ചുറങ്ങി. ഗുരുവിന്റെ സാമീപ്യം കർണന് അതിരറ്റ സന്തോഷം നൽകി. ഗുരുവിന്റെ ഉറക്കത്തിന് ഭംഗം വരുത്താതെ അചഞ്ചലമായ ഭക്തിയോടെ കർണൻ അനങ്ങാതെയിരുന്നു. ഈ സമയം ഒരു വലിയ വണ്ട് പറന്നു വന്ന് കർണന്റെ കാലിൽ ആഴത്തിൽ കടിച്ചു. എന്നാൽ വേദന സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. വണ്ട് കടിച്ച ഭാഗത്തു നിന്ന് രക്തം ധാരധാരയായി ഒഴുകാൻ തുടങ്ങി. എങ്കിലും ഗുരുവിന്റെ ഉറക്കം മുറിയുമോ എന്ന് ഭയന്ന് കർണൻ ഒരു ഞരക്കം പോലും പുറപ്പെടുവിച്ചില്ല. ഗുരുവിനോടുള്ള അചഞ്ചലമായ ഭക്തിയാൽ വേദനയെല്ലാം ഉള്ളിലൊതുക്കി കർണൻ അനങ്ങാതെയിരുന്നു. അല്പസമയത്തിനു ശേഷം കർണന്റെ ശരീരത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ ചൂടുള്ള രക്തം പരശുരാമന്റെ ശരീരത്തിൽ സ്പർശിക്കുകയും അദ്ദേഹം ഞെട്ടി ഉണരുകയും ചെയ്തു. കർണ, നിന്റെ കാലുകളിൽ നിന്ന് രക്തം ഒഴുകുന്നത് എന്തുകൊണ്ടാണ്? നിനക്ക് എന്താണ് പറ്റിയത്? കർണൻ നടന്ന സംഭവം ഗുരുവിനോട് വിശദീകരിച്ചു. പെട്ടെന്ന് പരശുരാമൻ ആ വണ്ടിനെ നോക്കി. ആ നോട്ടത്തിൽ ആ ചെറിയ വണ്ട് ഒരു ഭീകരനായ അസുരനായി രൂപാന്തരപ്പെട്ടു. അസുരന്റെ രൂപം കണ്ട ഗുരു കോപത്തോടെ ഗർജിച്ചുകൊണ്ട് ചോദിച്ചു, നീ ആരാണ്? എന്തിനാണ് എന്റെ ശിഷ്യനെ വേദനിപ്പിച്ചത്? അസുരൻ ഭയഭക്തിയോടെ കൈകൂപ്പി വിറയാർന്ന ശബ്ദത്തിൽ മറുപടി പറഞ്ഞു, മഹർഷേ, എന്നോട് ക്ഷമിക്കണം. ഞാൻ മുൻപൊരു അസുരനായിരുന്നു. സത്യയുഗത്തിൽ ഞാൻ ഒരു മഹർഷിയുടെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു. ആ പാപത്തിന് ആ മഹർഷി എന്നെ ഒരു കീടമായി മാറാൻ ശപിച്ചു. അങ്ങയെ നേരിൽ കാണുമ്പോൾ മാത്രമേ ഈ ശാപത്തിൽ നിന്ന് മോചനം ലഭിക്കൂ എന്നും അദ്ദേഹം പറഞ്ഞു. അന്നു മുതൽ ഞാൻ സത്യയുഗത്തിലൂടെയും ത്രേതായുഗത്തിലൂടെയും ഒരു കീടമായി അലഞ്ഞു. ഇന്ന് ദ്വാപരയുഗത്തിൽ അങ്ങയുടെ ദർശനത്താൽ ഒടുവിൽ എനിക്ക് എന്റെ ശാപത്തിൽ നിന്ന് മോചനം ലഭിച്ചു. ഇത്രയും പറഞ്ഞുകൊണ്ട് ആ അസുരൻ ശാപമുക്തനായി സ്വർഗത്തിലേക്ക് യാത്രയായി. കർണന്റെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. ഓം നമോ ഭഗവതി വാസുദേവായ.